ഹായ് നമസ്കാരം. പക്ഷേ നമ്മൾ പലപ്പോഴും തെങ്കാശി അല്ലെങ്കിൽ തമിഴ്നാട് റൂട്ടിൽ പോകുമ്പോഴേ നമ്മുടെ റോഡ് വശത്ത് പ്രത്യേകിച്ച് നമ്മുടെ പുളിയറ എസ്വളവ് കഴിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോഴൊക്കെ പലയിടത്തും കാണാം ഈ ആട്ടുംകാലെന്നും പറഞ്ഞിട്ട് ഒരു കിലോയ്ക്ക് 40 രൂപ 50 രൂപ കണ്ട് റേറ്റ് ആവും. പക്ഷെ നമുക്ക് ഇത് അത് ഉപയോഗിക്കുന്ന പറയുന്നത് ഇത് സൂപ്പിട്ട് കഴിക്കാൻ ഔഷധ ഗുണമുള്ള സാധനമാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ട നമ്മുടെ കേരളത്തിലെ പലപ്പോഴും മതിലേ കാണാം, അല്ലെങ്കിൽ ചില മരങ്ങളിലെല്ലാം കാണാം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇതിന്റെ ഗുണമൊന്നും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അറിയാവുന്നവർ കാണും. അച്ഛാ, എന്തൊക്കെ ഇതിന്റെ ഔഷധ ഗുണം പോലും അറിയാമോ? ആട്ടിന്റെ കാല് വെച്ച് സൂപ്പ് ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. ഏതായാലും ഇതിപ്പം ഞാനൊരു ഫ്ലവർ ഷോ നടന്നിടത്താണ് ഇവിടെ ചെടിയുടെ വിപണനമുണ്ട്. അപ്പൊ അത് കാണാനായിട്ട് ഞാൻ വന്നപ്പോൾ അവിടെ അതുകൂടാതെ ഒരു ഷാഫി എന്നൊരു വ്യക്തിയെയാണെങ്കിൽ പരിചയപ്പെടുത്താനും കൂടി വന്നപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടതാണ് ഈ ആട്ടുംകാല്. ഇത് ഏതായാലും ഒരു മതിലേൽ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്ന കണ്ടു. അപ്പൊ ആ മതിലെ കിളിച്ചിരിക്കുന്ന സാധനം ഇളക്കിയെടുക്കാം. ഇതെങ്ങനെ പുഴുങ്ങിയ കഷായം വെച്ചെന്ന് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സൂപ്പ് വെച്ച് കുടിക്കാൻ പറ്റുമെന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഒരു കിലോയ്ക്ക് 40-50 ഒക്കെ മേടിക്കുന്നതാണോ? ഈ സാധനമാണ് ആട്ടുംകാലെന്ന് പറയുന്ന സാധനം. ഏതായാലും ഇത് നമ്മുടെ ആടിന്റെ കാല് സൂപ്പ് വെക്കുന്നതിനോട് അല്ല, അതുകൊണ്ടല്ലായിരിക്കും വെച്ചോ. ഇത് ആട്ടിൻകാലിന്റെ ഒക്കെ ഷേപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആട്ടുംകാലെന്ന് പേര്. അതോ ഇനി അതിന്റെ പിന്നെ ആട്ടിന്റെ സൂപ്പൊക്കെ വെക്കില്ലേ, ആട്ടിന്റെ നമ്മുടെ എല്ലാം കൂടി ഇട്ട് പിന്നെ ആട്ടുംകാലും എല്ലാം കൂടി ഇട്ട് സൂപ്പ് വെക്കും. ഇനി അങ്ങനെ പേര് കിട്ടിയതാവാം ആട്ടുംകാലെന്ന്. തമിഴ്നാട്ടിൽ ഇതിനെ ആട്ടുംകാലെന്ന് പറഞ്ഞാൽ ഇവിടെ പുളി എന്ന് കണ്ടൊക്കെ. പുളി എന്ന് പറയുന്നത് സാധാ പുളിയല്ല, കൊരങ്ങച്ചൻ പുളി എന്നോ പാറയിൽ പിടിക്കും. അതുപോലെ മരങ്ങളിൽ കാണാം. നിങ്ങൾക്ക് അറിയാമോ ഇതിനെപ്പറ്റി? ഉപയോഗമൊന്നും അറിയത്തില്ല. നമ്മൾ മലയാളികൾ പലർക്കും ഇതിന്റെ ഗുണം അറിയത്തില്ല. എന്തൊക്കെ ഔഷധ ഗുണം ഉണ്ടെന്നാണെന്ന് പറയുന്നത്. നടുവേദനയ്ക്ക്, അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നുകൊണ്ട് അവര് ഗർഭിണികൾക്കൊക്കെ എന്നും പറഞ്ഞിട്ട് നിങ്ങളാരും ഇതൊന്നും അറിയാതെ കഴിച്ചു കളയല്ലേ. നമ്മൾ ഇനി കഴിച്ചിട്ട് തമിഴ്നാട്ടിൽ വിലക്ക് കൊടുക്കുന്ന സാധനമാണ്. ഏതായാലും ഈ സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഇത് വീഡിയോയിൽ പകർത്തുകയായിരുന്നു ചെയ്തത്. ഏതായാലും ഇത് ആരോടെങ്കിലും ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. ഞാൻ ഒരിക്കലും ഇത് വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞ് ആരും ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. എന്തായാലും ഇത് ഔഷധ ഗുണമുള്ളതാണെന്നാണ് തമിഴ്നാട്ടുകാര് പറയുന്നത്. ഇത് തൂക്കി വിൽക്കുന്നതാണ്. ഏതായാലും ഈ സംരംഭം ഇതിപ്പോ ഇത് കണ്ടെന്ന് പറഞ്ഞാൽ പത്തനാപുരത്തെ MLA ഓഫീസ് ഗണേഷ് കുമാർ സാറിന്റെ ഓഫീസിന് സമീപത്തായിട്ട് ഇവിടെ ഫ്ലവർ ഷോ ഫെസ്റ്റ് ഒക്കെ നടന്നായിരുന്നു. ആ ഗ്രൗണ്ടിലാണ്. ഇവിടെ ചെടിയുടെ ഒക്കെ ഒരു വാർത്ത എടുക്കാൻ വന്നപ്പോഴാണ്. അതുപോലെ ഷാഫിയെ ഒന്ന് പരിചയപ്പെടുത്താനൊക്കെ വന്നതാണ്. ഷാഫി കുന്നിക്കോട്. അപ്പോ ആണ് ഇങ്ങനൊരു സാധനം അച്ചായൻ കണ്ടത്. ജെയിംസ് കാരൂർ അച്ചായന്റെ ചാനലാണിത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിനെപ്പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ അറിയാവുന്നവർ ഇതിനകത്ത് കമന്റും കൂടി ഇടുക. ഓക്കെ. ഇപ്പൊ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുന്നു. ഇത് അറിയാതെ എടുത്ത് ഭക്ഷിക്കുകയും ചെയ്യില്ല. ഇതിന്റെ ഉപയോഗങ്ങള് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ അറിയാവുന്നവരോട് അതിന്റെ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി.